ശ്രീമദ് ഭാഗവതം ക്ലാസ് 285. നമ്മൾ സ്കന്ധം 10 രണ്ടാം ഭാഗത്തിലെ 83-ാമത്തെ അധ്യായത്തിലൂടെ പോവുകയാണ്. ഇത് ദ്രൗപദി ഭഗവത് പത്നി സംവാദമാണ്. ഭഗവാന്മാർക്ക് കുറേ പത്നിമാരുണ്ടല്ലോ, അവർ തമ്മിലുള്ള സംവാദത്തിലൂടെ ഒന്നുകൂടി ഈ ഭഗവാന്റെ പത്നിമാരാരാണെന്ന് നമുക്ക് വ്യക്തമാക്കി തരികയാണ്. അല്ലാതെ വേറെ നമ്മൾ മറ്റു തരത്തിലൊന്നും ഇതുവരെ അങ്ങനെയെല്ലാം പറഞ്ഞു പോയിട്ടുണ്ടെങ്കിലും അതിന് ആന്തരിക അർത്ഥമെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം കൃഷ്ണന്മാർ തന്നെയാണ്. ആ തരത്തിലാണ് കൃഷ്ണൻ പലയിടത്ത് പല പത്നിമാരോടെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം യഥാർത്ഥ തത്വം, ബാക്കി മായയാണ്. മായയിലൂടെ കൃഷ്ണൻ തന്നെയാണ് നമ്മളെല്ലാം, ശ്രീഹരി തന്നെയാണ് നമ്മളെല്ലാം ആയിരിക്കുന്നത്, ഭഗവതി തന്നെയാണ് സ്ത്രീകളെല്ലാം ആയിരിക്കുന്ന. ആ തരത്തിൽ അതിനെ കാണണം എന്ന അർത്ഥത്തിലാണ് ഇതുവരെ പറഞ്ഞ് പോയത്. അപ്പോൾ കഥയിൽ വരുമ്പോൾ ശ്രീകൃഷ്ണൻ രുക്മിണി ഇങ്ങനെയല്ലത് പറഞ്ഞെന്ന് വരും, പക്ഷെ അതിൻ്റെ അർത്ഥം അങ്ങനെയാണ്. അത് കുറച്ചുകൂടി ഇതിലൂടെ വ്യക്തമാക്കുകയാണ്. അപ്പോൾ ഒന്നിലെ ശ്രീസുഖൻ പറയുകയാണ്, ശ്രീകൃഷ്ണൻ ആത്മതത്വോപദേശം അവസാനം ഉപദേശിച്ചു കൊടുക്കുന്ന എന്താണ്? ഞാൻ തന്നെയാണ് നിങ്ങൾ, നിങ്ങൾ തന്നെയാണ് ഞാൻ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് തന്നെയാണ് പറയുന്നത്. അപ്പം ഞാൻ എവിടെയും പോയിട്ട് വിരവ തൂക്കമൊന്നുമില്ല, ഞാൻ നിങ്ങൾ തന്നെയാണ് ഞാൻ. പുരുഷൻ അവരുടെ ഭർത്താക്കന്മാർ തന്നെയാണ് ഞാൻ. ആ തരത്തിലെല്ലാം കാണുന്ന തരത്തിലാണ് എല്ലാത്തിലും ഉള്ളത് ഞാനാണ് എന്നെല്ലാമുള്ള ആത്മതത്വോപദേശത്തോടെ ഗോപികമാരെ അനുഗ്രഹിച്ച ശേഷം പിന്നീട് അവരുടെ ആഗ്രഹത്തിന് അനുസരിച്ച തരത്തിൽ അവർക്ക് അനുഗ്രഹിച്ചു, അവരുടെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കുന്ന തരത്തിൽ. എന്നിട്ട് ധർമ്മപുത്രരോടും സുഹൃത്തുക്കളോടും എല്ലാം കുശലാന്വേഷണം തുടങ്ങി. അവർ എല്ലാം തന്നെ നല്ല പോലെ സൽക്കരിക്കപ്പെട്ട് അവർ എല്ലാം നല്ലവണ്ണം തന്നെ സൽക്കരിച്ചു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സൽക്കരിച്ചു. അദ്ദേഹത്തിൻ്റെ പാദസ്പർശത്താൽ പാപം അകന്നവരായി. ഇപ്പോൾ കഥയിൽ അദ്ദേഹത്തിൻ്റെ പാദസ്പർശം ഏറ്റിട്ടുണ്ട് ആ ദേശത്ത് വന്നതുകൊണ്ട്. അല്ല, ശരിയായ അർത്ഥത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ ശ്രീഹരി എന്ന് പറഞ്ഞാൽ അറ്റമില്ലാത്ത നരത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ആ ശ്രീഹരി, ആ മനുഷ്യരൂപത്തിൽ വിരാട രൂപത്തിലെ കാലിൻ്റെ അറ്റത്തുള്ള ഒരു പൊടിക്ക് സമാനമാണ് നമ്മളെല്ലാം അടങ്ങിയ ഭൂമി. അപ്പം ആ പാദത്തിലെ പൊടിയെ സ്പർശിച്ചുകൊണ്ട് തന്നെയാണ്, പൊടിക്ക് സമാനമാണ് ഭൂമി എന്ന് പറഞ്ഞാൽ നമ്മൾ ആ പാദത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പം ആ അർത്ഥത്തിലെടുത്താൽ മതി. ആ പാദസ്പർശത്താൽ പാപം അകന്നവരായും സന്തോഷചിത്തരായും ഭവിച്ചു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, അജ്ഞാനത്തെ അകറ്റിക്കളയുന്നതും മഹർഷിമാരുടെ മനസ്സിൽ നിന്നും പൊടിയുന്നതുമായ ഭഗവത് കഥയെ. അപ്പം ഇതെല്ലാം കഥരൂപത്തിൽ അവതരിപ്പിച്ചത് ആരാണ്? വേദവ്യാസനും മഹർഷിമാരും എല്ലാം. ഈ കൃഷ്ണൻ എന്ന കഥാപാത്രത്തെ തന്നെ സൃഷ്ടിച്ചത് വേദവ്യാസനാണ്. വേദവ്യാസൻ ഉണ്ടായില്ല എന്ന് വെച്ചോളൂ. അപ്പം ഇങ്ങനെ ഒരു കൃഷ്ണനെ പറ്റി ആരെങ്കിലും പറയും? വേറെ എന്തെങ്കിലും പേരിൽ പറയുകയായിരിക്കും. ഓരോ ആളും ഓരോ ഭാവനക്കനുസരിച്ച് പറയുക. അങ്ങനെയല്ലേ യഹോവ ആളാന്നെല്ലാം പറഞ്ഞു പോയിരിക്കുന്നത്. അതുമാതിരി വേറെ ഈ വേദവ്യാസൻ ഇല്ലായിരുന്നെങ്കിൽ വേറെ വല്ല പേരിലും പറയുമായിരുന്നു. അപ്പം മഹർഷിമാരുടെ മനസ്സിൽ നിന്നും പൊഴിയുന്നതുമായ ഭഗവത് കഥയെ യാതൊരാൾ കാതുകളാൽ കേൾക്കുന്നുവോ അവർക്ക് അമംഗളം ഒരിക്കലും സംഭവിക്കുകയില്ല. എന്നിട്ട് 4 പറയുകയാണ്, സ്വപ്രകാശത്താൽ അകറ്റപ്പെട്ട, സ്വന്തം പ്രകാശത്താൽ, അതിൽ നിന്നാണ് എല്ലാം ഉത്ഭവിച്ചിരിക്കുന്ന പ്രകാശമടക്കം. ആ സ്വപ്രകാശത്താൽ അകപ്പെട്ടതാണ് ആര്? അങ്ങേര്. ഏതിൽ നിന്നും? ജാഗ്രത, സ്വപ്നം, സുഷുപ്തി. അങ്ങനത്തെ അവസ്ഥയൊന്നും അതിനില്ല. പിന്നെയോ എന്നിവയോടെ ആനന്ദസ്വരൂപമായി, അത് വെറും ഒരു ആനന്ദ സ്വരൂപ രൂപത്തിൽ നിൽക്കുന്ന അദൃശ്യ ശക്തിയോടും കൂടിയ, അത് അദൃശ്യ ശക്തിയാണ്, അതിനെ കാണാനൊന്നും പറ്റില്ല. പ്രത്യേകം എടുത്ത് പറയുകയാണ്, കൃഷ്ണനായിട്ട് കഥയിൽ പറഞ്ഞു എന്നല്ലാതെ ആ ശക്തി അദൃശ്യ ശക്തിയോടും
വേദധർമ്മങ്ങളുടെ രക്ഷക്കായി. വേദത്തിൽ എന്തെല്ലാം ശാസ്ത്രതത്വങ്ങൾ പറഞ്ഞിട്ടുണ്ടോ പ്രപഞ്ചമുണ്ടായതിനെ പറ്റിയും മറ്റുമെല്ലാം, അതിൻ്റെ രക്ഷക്കായിട്ട് യോഗമായ സ്വീകരിച്ചവന്, യോഗമായയിലൂടെയാണ് ഈ സൃഷ്ടിയെല്ലാം നടന്നിട്ട് ഈ പ്രപഞ്ചത്തിലെ മായയാൽ അത് തന്നെയാണ് എല്ലാമായി നമ്മളെല്ലാമായിട്ട് മാറിയിരിക്കുന്നത്. അങ്ങനെയുള്ള അങ്ങയെ ഞങ്ങൾ കുമ്പിടുന്നു. ഇനി 5 ഋഷി പറയുകയാണ്, പുണ്യകീർത്തി എഴുന്നവരുടെ ചൂടാരത്നമായി പരിലസിക്കുന്ന, പുണ്യകീർത്തി എഴുന്നവരുടെ ചൂടാരത്നമായി പരിലസിക്കുന്ന ശ്രീകൃഷ്ണനെ ജനങ്ങൾ ഇപ്രകാരം സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കെ, അതായത് പുണ്യകീർത്തിമാന്മാരായ ആൾക്കാര് അവർ ചൂടുന്ന ചൂടാരത്നം എന്ന് പറഞ്ഞാൽ മൂർധാവിലെ രത്നമായിട്ട് എടുക്കാം. അതായത് ബുദ്ധി എന്ന സംഗതി, നമ്മുടെ തലയിലുള്ള ആ ചൂടാരത്നം എന്ന് പറയുന്നത് ബുദ്ധിയായിട്ട് എടുക്കണം. മനുഷ്യർക്കുള്ള ഏറ്റവും പ്രധാന ആ തലയിലുള്ള ബുദ്ധിയാണ്. ആ ബുദ്ധി എന്താണ്? കൃഷ്ണനാണ്. ചൂടാരത്നമായി പരിലസിക്കുന്ന ശ്രീകൃഷ്ണനെ ജനങ്ങളെല്ലാം, അവിടെ കൂടിയിരുന്നവരെല്ലാം സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കെ, യദുവംശത്തിലെയും കുരുവംശത്തിലെയും ശ്രീജനങ്ങൾ ഒന്നിച്ചു ചേർന്നിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ എല്ലാവരും കൃഷ്ണനെ എല്ലാം ഇങ്ങനെ സ്തുതിച്ചു കൊണ്ടിരിക്കുമ്പോൾ യദുവംശത്തിലെയും, ലോകം രണ്ടായി തിരിഞ്ഞിട്ടില്ലേ, ഇപ്പുറത്തത് യദുവംശം, ഇപ്പുറത്ത് കുരുവംശം, അവരെല്ലാം ഒത്തുകൂടിയെടുത്തുനിന്ന് സ്ത്രീകൾ പിന്നെ പ്രത്യേകിച്ച് കൂട്ടം കൂടിയിരിക്കുമല്ലോ. അപ്പം കുരുവംശത്തിലെ സ്ത്രീജനങ്ങൾ ഒന്നിച്ചു ചേർന്നിരുന്നു. ശ്രീകൃഷ്ണ കഥയെ പറഞ്ഞ് ധരിപ്പിക്കുന്നു. അവർ പരസ്പരം ഇരുന്നിട്ട് അവരും ശ്രീകൃഷ്ണന്റെ കഥ തന്നെയാണ് പറയുന്നത്. അതിനെ ഞാൻ വർണ്ണിക്കാമെന്ന് ഋഷി പറയുകയാണ്. എന്താണ് പറയുന്നത്? 6 ദ്രൗപദിയാണ് ചോദിക്കുന്നത്. ദ്രൗപദി എന്താണ് ചോദിക്കുന്നത്? അല്ലയോ രുക്മിണിയോട് മാത്രമല്ല, അല്ലയോ ഭദ്രേ, എല്ലാവരോടും കയറ്റി ചോദിക്കുകയാണ്. കുറേ ഭാര്യമാരുണ്ടല്ലോ, എല്ലാ ഭാര്യമാരെയും പേരെടുത്ത് വിളിച്ചിട്ട് അല്ലയോ രുക്മിണി, അല്ലയോ ഭദ്രേ, അല്ലയോ ജാംബവതി, അല്ലയോ സത്യഭാമേ, അല്ലയോ സത്യദേവി, അല്ലയോ കാളിന്തി, അല്ലയോ മിത്രബിന്ദ, അല്ലയോ ലക്ഷ്മണേ, അല്ലയോ രോഹിണി, ഇങ്ങനെയെല്ലാം വിളിച്ചിട്ട് നിർവികാത്മകമായ ശ്രീകൃഷ്ണ ഭഗവാൻ തൻ്റെ യോഗമായയാൽ നിങ്ങളേവരെയും എങ്ങനെയാണ് വിവാഹം കഴിച്ചത് എന്ന് പറഞ്ഞു തരിക. നിങ്ങളെല്ലാം കൃഷ്ണൻ വിവാഹം ചെയ്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് നിങ്ങളെല്ലാം അവരവരെ എങ്ങനെയാണ് കൃഷ്ണൻ വിവാഹം കഴിച്ചത് എന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കാൻ പറയുകയാണ്. അപ്പം വിവാഹം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഇവിടെ ഒന്നും കൂടിയും എടുത്തു പറയുന്നത്. പിന്നെ പഴയ സംഗതികളിൽ ഒന്നും കൂടിയും ആവർത്തിക്കുകയാണ്. അപ്പം ആദ്യം 7 രുക്മിണി പറയുകയാണ്, എന്നെ ചോദ്യരാജാവായ ശിശുപാലന് കൊടുക്കുവാൻ ജരാസന്ധനാദികളായ രാജാക്കന്മാർ എന്നെ ചോദ്യരാജാവായ ശിശുപാലന് കൊടുക്കാൻ വേണ്ടിയിട്ട്, എന്നെ ശിശുപാലന് കൊടുക്കാനായിരുന്നു ആരെല്ലാം? ജരാസന്ധതികളായ രാജാക്കന്മാർ വില്ലുമായി നിൽക്കുന്ന സമയത്ത് ആരാലും ജയിക്കുവാൻ കഴിയാത്ത ശ്രീകൃഷ്ണൻ ആട്ടിൻകൂട്ടത്തിലിടയിൽ നിന്നും സിംഹം അതിൻ്റെ ഇരയെ കൊണ്ടുപോകുന്നത് പോലെ കൊണ്ടുപോയി എന്ന് പറയുകയാണ്. അപ്പൊ അവിടെ കൊണ്ടുപോയത് എങ്ങനെയാണ്? രുക്മിണിക്ക് കൃഷ്ണനെയാണ് വേണ്ടത്, എല്ലാവരും കൂടിയിട്ട് വേറൊരുത്തൻ്റെ തലയെ കെട്ടിവെച്ചു കൊടുക്കുകയാണ്. കൃഷ്ണൻ പോയിട്ട് അടിച്ചെടുത്ത് കൊണ്ടുവന്നു. അതായത് കൃഷ്ണൻ അങ്ങനെയാണ് വിവാഹം. കൃഷ്ണന്റെ ലോകം എന്ന് പറയുന്നത് അവരവർക്ക് ഇഷ്ടമുള്ളത് അവരവർ കല്യാണം കഴിച്ച് പോകുക. അല്ല എൻ്റെ അത് വീട്ടുകാർക്കൊന്നും ഒരു അച്ഛനും അമ്മക്കൊന്നും ഒരു വലിയ കാര്യമൊന്നും ഇല്ല. കാരണം ജീവിക്കേണ്ട അവരാണ്, അവരവർക്ക് ഇഷ്ടമുള്ളത് ജീവിച്ചു പോവുക.
പിന്നെ എല്ലാവരും തുല്യരായി ജീവിക്കുന്ന ഒരു സമൂഹമാണ്. അവിടെ പിന്നെ അച്ഛനമ്മമാർക്ക് പ്രശ്നം ഉണ്ടാവില്ല. അവർ പോലെ ജീവിക്കും. എല്ലാവർക്കും സ്വന്തം കാലമുണ്ട്. ആരും ആരെക്കാട്ടിയും മുകളിലും അല്ല താഴെയും അല്ല. അങ്ങനെ ഒരു വ്യവസ്ഥിതിയാണെങ്കിൽ ഇഷ്ടമുള്ളവർ കല്യാണം കഴിക്കും. ഇപ്പം അതല്ലല്ലോ. ഇപ്പം ജാതി മതം എന്തെല്ലാം ചെയ്ത് അവിടെ ജാതിയും ഇല്ല മതവും ഇല്ല. എല്ലാവരും ഒരു കുടുംബത്തിൽ അങ്ങനത്തെ പോലെയാണ്. ജാതിക്കും മതത്തിനും ഒന്നും അല്ല ഒരു പ്രശ്നം, ഒരു പ്രാധാന്യമില്ല. അതായത് അവരവർ ഉണ്ടെങ്കിൽ തന്നെ അവരവരുടെ മനസ്സിൽ വെച്ചോളൂ. പുറത്ത് പ്രയോഗിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് അതൊന്നും ഇല്ല. പിന്നെ ഉച്ചനീതിത്വങ്ങളൊന്നുമില്ല. സാമ്പത്തികപരമായ അങ്ങനെ ഉച്ചനീതിത്വങ്ങളൊന്നും തന്നെയില്ല. അങ്ങനെയുള്ള സമൂഹത്തിൽ എല്ലാവരും കുടുംബത്തിൽ അങ്ങനത്തെ പോലെയാണ്. അവരവർക്ക് ഇഷ്ടമുള്ള അവരവർ കല്യാണം കഴിക്കുക. അതിൽ പിന്നെ മറ്റുള്ളവർക്കൊന്നും ഇടപെടേണ്ട ഒരു കാര്യവുമില്ല. അതാണ് ആ കഥയിലൂടെ വ്യക്തമാക്കി തരുന്നത്, ആ വ്യവസ്ഥിതിയുടെ പ്രത്യേകത. ഇനി 9 സത്യഭാമ പറയുകയാണ് അവളെ കാര്യം. സഹോദരവധത്താൽ ദുഃഖിതരായ എൻ്റെ പിതാവിങ്കൽ ഉണ്ടായ ദുഷ്കീർത്തിയെ തുടച്ചു മാറ്റുവാനായി ശ്രീകൃഷ്ണൻ ജാംബവാനെ ജയിച്ച് സെമന്തകരത്നം കൊണ്ടുവന്നു. ആ കഥ പണ്ട് പറഞ്ഞതാണ്. മോഷ്ടിച്ചിട്ട് ഇവനാണ് കൃഷ്ണനാണ് മോഷ്ടിച്ച് എന്നെല്ലാം പറഞ്ഞതുകൊണ്ട്, ഇവളുടെ അച്ഛൻ കൃഷ്ണനാണ് മോഷ്ടിച്ചത് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഇവളെന്ത് ചെയ്ത്, കൃഷ്ണൻ എന്ത് ചെയ്ത്, പോയി മോഷ്ടിച്ചതല്ല മറ്റേ ഇങ്ങനെയെല്ലാം സംഭവിച്ചാണെന്ന് പറഞ്ഞുകൊണ്ട് രത്നം എടുത്തിട്ട് സെമന്തക രത്നം കൊണ്ടുവന്നു. ഉടൻ തന്നെ കൊടുക്കുകയും ചെയ്തു. അച്ഛന് കൊടുത്തു. പിതാവ് അത് പ്രകാരം ഭയപ്പെട്ടപ്പം പിതാവിന് ഭയങ്കരം ദുഃഖം, പേടിയുണ്ടായി. കാരണം വെറുതെ കൃഷ്ണന്റെ പേരടിക്ക് ഒരു ആരോപണം ഉന്നയിച്ചതാണ്. കൃഷ്ണൻ പിന്നെ തെളിയിച്ചു കൊടുത്തു, ഞാനൊന്നുമല്ല മോഷ്ടിച്ചതെന്ന്. എന്നിട്ട് അങ്ങനത്തെ ഇതിനകത്ത് പ്രായശ്ചിത്തമായിട്ട് മകളെ പിടിച്ച് അങ്ങേർക്ക് കൊടുത്തതാണ്. അതാണ് ആ കഥ. ഇനി ജാമ്പവതിയുടെ കഥ അറിയാലോ. എൻ്റെ അച്ഛൻ ഇദ്ദേഹം കുലദൈവമാണെന്നറിയാതെ 27 നാൾ ഇദ്ദേഹത്തോട് നേരിട്ട് പൊരുത്തി. എൻ്റെ അച്ഛൻ ഒടുവിൽ മനസ്സിലാക്കി, വാസ്തവത്തിൽ ഇതാരാണെന്ന് മനസ്സിലാക്കിയിട്ട് തൃപ്പാദം പിടിച്ച് രത്നത്തോടെ എന്നെ അദ്ദേഹത്തിന് കൊടുത്തു. എന്നിട്ട് ഞാൻ അവിടെ ദാസിയായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പം ഇവളിപ്പോൾ അവിടെ എന്താണ്, ദാസിയാണ്. അപ്പം ദാസി രൂപത്തിലാണ് അവിടെ ഭാര്യയായിട്ടുള്ളത്. ദാസി രൂപത്തിൽ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ആരാണ്, കൃഷ്ണന്റെ ഭാര്യ ദേവി, മഹാദേവിയുടെ അംശം. അപ്പോൾ ആ തരത്തിൽ ദാസിയായിട്ട് നിൽക്കുന്നതും അംശം തന്നെയാണ്. ആ തരത്തിൽ കണ്ടാൽ മതി. ഇനി 11 കാളിന്തി. തൻ്റെ തൃപ്പാദം തൊട്ട് തലോടുവാൻ താല്പര്യമുള്ളവരാണെന്നറിഞ്ഞ് ചങ്ങാതിയായ അർജുനനോടൊത്ത്, അതായത് കാളിന്തിക്ക് എന്തുണ്ട്, അദ്ദേഹത്തിൻ്റെ കാല് തൊട്ട് വണങ്ങണ, പാദത്തിൽ നമസ്കരിക്കണം, തൊട്ട് വണങ്ങണം എന്നുള്ള താല്പര്യമുള്ളവളാണെന്ന് മനസ്സിലാക്കിയിട്ട് അർജുനനോടുകൂടി വന്ന് എന്നെ പാണിഗ്രഹണം ചെയ്തു. ആ ഭഗവാന്റെ ഗൃഹത്തിലെ അടിച്ചു തളിക്കാരിയാണ് ഞാൻ. അപ്പൊ ഇവളാരാണ്, അവിടെ അടിച്ചു തളി നടത്തലാണ് ഇവളുടെ ജോലി. അടിച്ചു തളി എന്ന് പറഞ്ഞാൽ കാളിന്തി നദി എന്ന് പറയുമ്പോഴും ശുദ്ധീകരിക്കുന്ന അത്തരത്തിലും വേണമെങ്കിൽ അർത്ഥങ്ങൾ അങ്ങനെ പോകും. ഇനി മിത്രവിന്ദ 12 അവള് പറയുകയാണ്, ശാക്കളുടെ കൂട്ടത്തിൽപ്പെട്ട തൻ്റെ ഇരയെ സിംഹം കൊണ്ടുപോകുന്നത് പോലെ സ്വയംവര പന്തലിൽ വെച്ച് എതിർത്ത് നിന്നിൻ്റെ എൻ്റെ സഹോദരനെ ജയിച്ചിട്ട് ദ്വാരകയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയപ്പോൾ അവിടെ
ഭഗവാന്റെ തൃക്കാൽ കഴുകുന്നവളായി ഞാൻ. ഭഗവാന്റെ കാല് കഴുകി കൊടുക്കലായിരുന്നു എൻ്റെ ജോലി. അങ്ങനെ അവളവിടെ കഴിക്കുകയാണ്. അപ്പം എല്ലാം ഈ പ്രപഞ്ചത്തിൽ പലതരം ആൾക്കാരുണ്ടായിട്ടുണ്ട്. ആ കൃഷ്ണൻ തന്നെ ആ ഭഗവതിയിൽ നിന്ന് തന്നെയാണ് അതിൻ്റെ അംശങ്ങൾ ഇങ്ങനെ പലതായിട്ട് പല കർമ്മങ്ങൾ ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത്. അവരെല്ലാം കൃഷ്ണന്മാരും കൃഷ്ണൻ്റെ ഭഗവതിമാരും ആണ്. ഇപ്പം ഇവള് ചെയ്യുന്നത് കൃഷ്ണൻ്റെ കാല് കഴുകി കൊടുക്കലാണ് ഇവളുടെ ജോലി. കുറച്ചും കൂടി വ്യക്തമായിട്ട് അവസാനം പറഞ്ഞു തരും. അത് കുറച്ചും കൂടി സൂക്ഷ്മമായ അർത്ഥത്തിലുള്ള വ്യാഖ്യാനമാണ്. അതവിടെ പറയാം. ഇനി 13:14 സത്യ പറയുകയാണ്. രാജാക്കന്മാരുടെ വീരത പരീക്ഷിക്കുന്നിടത്ത് 7 കാളകളെ പിടിച്ചടക്കും. വലിയ 7 ബലവാന്മാരായി 7 കാളകളെ പിടിച്ചെടുക്കുന്ന ഒരു കാര്യം പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഇത് എന്ത് ചെയ്തു? മറ്റാർക്കും പറ്റിയില്ല. കാളകളെ കൂട്ടിക്കെട്ടി കീഴടക്കി. അങ്ങനെ എന്നെ ദാസിമാരോടും ചതുരംഗ സേനയോടും കൂടി രാജാക്കന്മാരെ തോൽപ്പിച്ചിട്ട്, ദാസിമാരോടുകൂടിയാണ് വന്നത്. അതേസമയം ചതുരംഗ സേനയുള്ള രാജാക്കന്മാരെ തോൽപ്പിച്ചിട്ടാണ് കൊണ്ടുവന്നത്. ഞാനും അദ്ദേഹത്തിൻ്റെ ദാസിയായിട്ട് തന്നെയാണ് വർക്ക്. അപ്പോൾ ഇവരെല്ലാം ദാസിമാരാണ്. ദാസി എന്ന് പറഞ്ഞാൽ സേവനം ചെയ്യുന്നവരാണ്. നമ്മളും എന്ത് തന്നെയാണ്? സേവകരാണ്. എല്ലാവരെയും സൃഷ്ടിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സേവകരായിട്ടാണ്, സേവിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത് സേവിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളെല്ലാം സേവകരാണ്. ഈ ലോകത്തിലുള്ള എല്ലാ പുരുഷനും സ്ത്രീയും സേവകന്മാരാണ്. അപ്പം അവരുടെ കാര്യമാണ് ഈ പറയുന്നത്. പിന്നെ എങ്ങനെയാണ് ഭാര്യയായിരിക്കും വരുന്നത് എന്നുള്ള അവസാനത്തെ വ്യാഖ്യാനത്തിൽ കുറച്ചും കൂടിയും ശാസ്ത്രീയമായിട്ട് വ്യാഖ്യാനമായിട്ട് അവസാനം വരും. അതിന് വേണ്ടിയിട്ടാണ് ഈ വ്യാഖ്യാനം. അപ്പം അവിടെ പറയാം. ഇനി 15:16 ഭദ്രവകയാണ് പറയുകയാണ്. എൻ്റെ അച്ഛൻ എൻ്റെ അമ്മാവൻ്റെ മകനായ ശ്രീകൃഷ്ണനെ തന്നെത്താൻ ക്ഷണിച്ചു വരുത്തി അദ്ദേഹത്തെ എന്നെ മനസ്സിൽ കരുതി. ഞാൻ അദ്ദേഹത്തിനോട് മനസ്സിൽ ആഗ്രഹമുള്ളത് കൊണ്ട് അത് മനസ്സിലാക്കിയിട്ട് എന്നെ അദ്ദേഹത്തെ വിളിച്ചു വരുത്തിയിട്ട് കൊടുത്തതാണ്, അമ്മാവൻ്റെ മകനായതുകൊണ്ട്. പ്രാരബ്ധകർമ്മത്തിൽ സംസാര ചക്രത്തിൽ കറങ്ങുന്ന എനിക്ക് ആ ഭഗവാന്റെ തൃപ്പാദ ശുശ്രൂഷ ചെയ്യുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ തൃപ്പാദത്തെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ ജന്മത്തിലും അവസരം അതിനുണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചുകൊണ്ട് അദ്ദേഹത്തിനായി യജ്ഞം ചെയ്യുന്നു. അതിലൂടെയാണ് ജീവാത്മാവിനെ പരമാത്മാവുമായി യോജിച്ചിട്ടുള്ള ശ്രേയസ് നേടുവാൻ പറ്റുന്നത്. അപ്പം അവളുടെ ലക്ഷ്യം എന്താണെന്ന്, ഇനിയുള്ള ജന്മാന്തരങ്ങളിൽ മുഴുവൻ അദ്ദേഹത്തെ സേവിച്ച് കഴിയുക. നമ്മളുടെ ജോലി ധർമ്മം എന്തായിരിക്കണം? അദ്ദേഹത്തെ സേവിച്ച് കഴിഞ്ഞ് അവസാനം എന്തായിത്തരാം? ബ്രഹ്മസാക്ഷാത്കാരം നേടാൻ പറ്റും. ഇത് തന്നെയാണ് അവളുടെയും ധർമ്മം. ഇനി 17 ലക്ഷ്മണ പറയുകയാണ്. നാരദമുനിയാൽ ഗാനം ചെയ്യപ്പെട്ട ഭഗവാന്റെ കഥ തുടരെ കേട്ടിട്ട്, ഇവക്കെങ്ങനെ പ്രേമം തോന്നിയെന്ന് വെച്ചാൽ നാരദൻ എപ്പോഴും ഗാനം ചെയ്യപ്പെടുന്ന ഭഗവാന്റെ കഥ കേട്ട് മഹാലക്ഷ്മി ഇന്ദ്രാദി ദേവന്മാരെ പോലും തള്ളിക്കളഞ്ഞിട്ട്, ആര്? മഹാലക്ഷ്മിയാണ്. ഇവളും കേട്ടിട്ട് തന്നെ. ഏത് കഥ കേട്ടിട്ട്? മഹാലക്ഷ്മി നാരദന്റെ കഥകൾ കേട്ട് കൃഷ്ണനെ പറ്റിയുള്ള നാരദന്റെ കഥകളെല്ലാം കേട്ടിട്ട് മഹാലക്ഷ്മി എന്ത് ചെയ്തു? ഒരു ദേവന്മാരെയും മഹാലക്ഷ്മിക്ക് വേണ്ട. ആര് മാത്രം മതി? ഇങ്ങേര് മാത്രം മതി, കൃഷ്ണൻ മാത്രം മതി. അങ്ങനെ വസിച്ചു പോലും. നാരദന്മാരുടെ വർണ്ണനകൾ കേട്ട് മഹാലക്ഷ്മിക്ക് എന്നാ പിന്നെ ഈ ഇന്ദ്രനെയും വേണ്ട, ദേവന്മാരെ ഒരുത്തനെയും വേണ്ട, എനിക്കാ ശ്രീഹരി മാത്രം മതി എന്ന് വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ മാറിൽ പോയി അങ്ങ് ചേർന്നു പോലും. അത് കേട്ടിട്ട് ഞാൻ എൻ്റെ ഹൃദയത്തിൽ കൃഷ്ണനെ നിലയുറപ്പിച്ചു.
അങ്ങനെയാണ് ഞാൻ എൻ്റെ ഹൃദയത്തിലും ആ കഥയെല്ലാം കേട്ടിട്ടാണ് ഞാൻ ഹൃദയത്തിൽ കൃഷ്ണനെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചത്. എൻ്റെ 18 പറയുകയാണ്, എൻ്റെ അഭിപ്രായം അറിഞ്ഞ. അപ്പം എൻ്റെ അഭിപ്രായം അറിഞ്ഞപ്പോൾ അച്ഛന് മനസ്സിലായി ഇവർക്ക് കൃഷ്ണനെ വേണ്ടു. അപ്പം കൃഷ്ണനെ കെട്ടണ്ടിക്കൽ ഒരു ഉപായം പ്രയോഗിക്കണം. കൃഷ്ണനെ കെട്ടണ്ടിക്കൽ എന്തെങ്കിലും ഒരു ഉപായം ഉണ്ടെങ്കിലല്ലേ കൃഷ്ണൻ വരുള്ളൂ. അപ്പം അക്കാര്യത്തിൽ ഒരു ഉപായം ചെയ്തു. ഹേ രാജ്ഞി, ഹേ ദ്രൗപദിയോടാണ് പറയുന്നത്, അങ്ങേ അർജുനൻ വേൾക്കാനുള്ള പരീക്ഷണത്തിൽ പുറമേ മത്സ്യം മറക്കപ്പെട്ടിരുന്നു. അങ്ങേ അർജുനൻ കല്യാണം കഴിച്ചത് എങ്ങനെയാണ്? ഒരു വെള്ളത്തിലുള്ള നിഴലിനെ നോക്കിയിട്ട് ആകാശത്തിലുള്ള മരത്തിൽ കെട്ടിയ മത്സ്യത്തെ അമ്പെയ്തിട്ടാണ്. അപ്പം മത്സ്യയുടെ മരത്തിൽ ഫിക്സ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. പരീക്ഷണത്തിൽ പുറമേ മത്സ്യം മറക്കപ്പെട്ടിരുന്നു. മത്സ്യം പുറമേ മറക്കപ്പെട്ടിരിക്കുകയാണ്. കാരണം വെള്ളത്തിൽ നോക്കിയിട്ട് വേണം അടിക്കാൻ. ബിംബം നോക്കിയിട്ട് അടിക്കണം. മത്സ്യത്തെ നേരിട്ട് കാണാൻ പറ്റില്ല. അപ്പം നേരിട്ട് മറക്കപ്പെട്ടിരുന്നു. പക്ഷെ അതിനൊരു പ്രത്യേകതയുണ്ട്. ആ മത്സ്യം ഫിക്സ്ഡ് ആയിരുന്നു. ലക്ഷ്യം ഫിക്സ്ഡ് ആണ്. എവിടെയാണ്? മരത്തിൻ്റെ കൊമ്പിലാണ് കെട്ടിയിരിക്കുന്നത്. മത്സ്യം ഫിക്സ്ഡ് ആണ്, ലക്ഷ്യം ഫിക്സ്ഡ് ആണ്. വെള്ളത്തിൽ നോക്കി അടിക്കണമെന്നേ ഉള്ളൂ. വെള്ളത്തിലെ തിരമാല അതിൻ്റെ ഇടക്ക് നോക്കിയിട്ട് അടിക്കണമെന്നേ ഉള്ളൂ. പക്ഷേ ലക്ഷ്യസ്ഥാനം ഇളകാതെ, ഇളകിയാണ് അവിടുന്ന് തിരിഞ്ഞുകൊണ്ടിരിക്കുക. എന്നാലും അതിനൊരു സ്ഥാനമുണ്ട്. എന്നാൽ എൻ്റെ സ്വയംവരത്തിന് മത്സ്യം വെള്ളത്തിൽ മാത്രമേ ദൃശ്യമാകൂ. പക്ഷേ എൻ്റെ അതുമാതിരി തന്നെ ഒരു പരീക്ഷണമായിരുന്നു. പക്ഷേ വെള്ളത്തിലേ അത് ദൃശ്യമാകൂ മത്സ്യത്തെ. ആ പറഞ്ഞതിൽ കുറച്ച് സയൻസ് ഉണ്ട്. സയൻസ് പഠിച്ചവർക്കാണെങ്കിലേ പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. ഈ വെള്ളത്തിലുള്ള മത്സ്യത്തിൻ്റെ സ്ഥാനം അത്ര വ്യക്തമല്ല. അത് ഫിസിക്സിൽ നമ്മൾ ഒരു കമ്പ് വെച്ച് കമ്പിങ്ങനെ ചെരിഞ്ഞു കിടക്കുന്ന മാതിരിയെല്ലാം പടം ഉണ്ടല്ലോ. വെള്ളത്തിൽ നിന്ന് വെളിച്ചം പുറത്തേക്ക് വരുമ്പോൾ ചെരിഞ്ഞു വരുമ്പോൾ ചെരിച്ചു വരച്ചിട്ടുള്ള പടം സ്കൂളിൽ പഠിച്ചവർക്കറിയാം. വെള്ളത്തിൻ്റെ അടിയിലുള്ള മത്സ്യത്തിൻ്റെ സ്ഥാനം നമ്മൾ മുകളിൽ നിന്ന് നോക്കുന്നതല്ല, അത് വേറെയാണ്. വെള്ളത്തിലേക്ക് നമ്മളൊരു മത്സ്യത്തിന് ഏത് കൊള്ളിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെയാണ് മത്സ്യം ഉണ്ടെന്ന് വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ മത്സ്യം അവിടെയല്ല, കുറച്ച് ദൂരെ വേറൊരു സ്ഥലത്താണുള്ളത്. ഫിസിക്സ് തത്വം അല്ലാതെ പറഞ്ഞാൽ മനസ്സിലാക്കുന്നില്ല. നമ്മൾ വെള്ളത്തിൽ മത്സ്യത്തെ നോക്കുമ്പോൾ ഒരു സ്ഥലത്ത് മത്സ്യം കാണുന്ന മാതിരി തോന്നുന്നു വെച്ചോളൂ. യഥാർത്ഥത്തിൽ മത്സ്യം അവിടെയല്ല ഉള്ളത്, കുറെ മാറിയിട്ടാണുള്ളത്. ആ മാറിയത് പക്ഷേ ആ രശ്മി പുറത്തേക്ക് വരുന്ന വെള്ളത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ അത് കുറച്ച് ചെരിയും. ആ രശ്മി ചെരിഞ്ഞ് വരുമ്പോൾ ചെരിഞ്ഞ് പോകുന്ന സ്ഥലത്ത് മത്സ്യമുള്ളതായിട്ട് നമുക്ക് തോന്നും. അപ്പം യഥാർത്ഥ മത്സ്യം എവിടെയാണെന്ന് കാണാനുള്ള കഴിവ് വെള്ളത്തിൻ്റെ അകത്തെ മത്സ്യത്തെ വെടിവെക്കാൻ കുറച്ച് പാടാണ്. കാരണം മത്സ്യത്തിൻ്റെ സ്ഥാനം വ്യക്തമല്ല, എവിടെയാണ് ഈ വെള്ളത്തിലുള്ളത്. അത് പിന്നെ പടയെല്ലാം വരച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നോക്കണം എവിടെയായിരിക്കും മത്സ്യം ഉണ്ടാവുക. അങ്ങനെ നോക്കാൻ പറ്റൂല. ഇപ്പം വെള്ളത്തിലെ മത്സ്യത്തെ വലിയൊരു സയൻസ് തത്വമാണ്. നമ്മൾ ചെറിയ ക്ലാസ്സിലെല്ലാം പടം വരച്ചിട്ട് വെള്ളത്തിലൊരു വടി കുത്തി വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ ചെരിഞ്ഞ മാതിരി കാണും. വടി വെള്ളത്തിൽ കുത്തുമ്പോൾ വെള്ളം തട്ടുന്ന വരെ വടി ഇങ്ങനെ ഉണ്ടാവും. വെള്ളം തട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ വടി വളഞ്ഞിട്ടൊന്നുമില്ലല്ലോ, ഒറ്റ വടി തന്നെയാണെങ്കിലും വെള്ളത്തിൽ നിന്ന് അത് ചെരിയുന്ന കാണാം. ഇതെല്ലാം പണ്ട് ചെറിയ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം അതിനെ അമ്പയുക എന്ന് പറഞ്ഞത് കുറച്ച് പ്രയാസമാണ്. കാരണം മത്സ്യത്തിൻ്റെ യഥാർത്ഥ സ്ഥാനം എവിടെയാണെന്ന് വെള്ളത്തിൽ മനസ്സിലാക്കാൻ പറ്റില്ല. നമുക്ക് നോക്കുമ്പോൾ നോട്ടം കൊണ്ട് മനസ്സിലാവില്ല. നമുക്ക് അവിടെയാണെന്ന് തോന്നുന്നു, പക്ഷേ യഥാർത്ഥത്തിൽ അതല്ല, വേറൊരു സ്ഥലത്താണുള്ളത്. ഈ ശാസ്ത്രതത്വമാണ് ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്.
അപ്പോൾ ഇത് കേട്ട് എല്ലാ അശ്വയോദ്ധാക്കളും എന്ത് ചെയ്തു? തത്വം ഗ്രഹിച്ചതിൽ പിന്നെ അല്ല, തത്വങ്ങളെല്ലാം അറിയുന്ന നല്ല പണ്ഡിതന്മാർ തന്നെയാണ് വന്നിരുന്നത്. ആയിരക്കണക്കിന് രാജാക്കന്മാർ അവരവരുടെ ആചാര്യന്മാരോടൊപ്പമാണ് അവിടെ വന്നിരുന്നത് ജയിക്കാൻ. അപ്പൊ അർജുനൻ ജയിച്ചത് അതേ മത്സ്യമുകളിൽ ശരിയായ ഒരു സ്ഥാനത്താണ്. അതിന്റെ സ്ഥാനത്തിന് വ്യത്യാസമില്ല. പക്ഷെ ഈ കാര്യത്തിൽ വെള്ളത്തിൽ മത്സ്യത്തിന്റെ സ്ഥാനം ഏതാണെന്ന് അറിയില്ല. രണ്ടും വെള്ളത്തിൽ നോക്കിക്കൊണ്ടുള്ള പരിപാടി തന്നെയാണ്. പക്ഷേ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ട്. അത് സയൻസിലോട്ട് മനസ്സിലാക്കണം. സയൻസ് അറിയുന്നവർക്ക് മനസ്സിലായില്ല എന്താണ് ഈ പറയുന്നത്. വലിയൊരു ശാസ്ത്രതത്വമാണ് പറയുന്നത്. ഇപ്പം എല്ലാവരും ആചാര്യന്മാരായിട്ടെല്ലാണ് എല്ലാ പണ്ഡിതന്മാരും ജ്ഞാനെല്ലാം പഠിച്ച, സയൻസ് എല്ലാം പഠിച്ച, ഫിസിക്സ് എല്ലാം പഠിച്ചവരാണ് വന്നിരിക്കുന്നത്. എല്ലാ ദിക്കുകളിലെ രാജാക്കന്മാർ അച്ഛൻ്റെ നഗരത്തിലേക്ക് വന്നു. എന്നിൽ മനസ്സർപ്പിച്ച അവരെല്ലാം, അവർക്കെല്ലാം എന്നെ കല്യാണം കഴിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. വീരതക്കനുസരിച്ച് അവരെല്ലാം വരുന്ന വീരന്മാരെല്ലാം വലിയ വീരരാജാക്കന്മാരാണ്. അവരെല്ലാം അച്ഛൻ എന്ത് ചെയ്ത് അവരുടെ വീരതക്കനുസരിച്ച് സ്വീകരിച്ച ശേഷം അവരെല്ലാം വില്ലുകൾ കയ്യിലെടുത്തു പരീക്ഷിക്കാൻ വേണ്ടി. ചിലർ ഞാണ് വെച്ച് കെട്ടുമ്പോൾ തന്നെ മതിയായി. വില്ലിൻ്റെ ഞാണ് വലിച്ചു കെട്ടണം. അതിന് അവിടെ ഉള്ള വില്ലാണ്. അതിന് പോലും പലവർക്ക് കഴിയാതെ അവന്മാരെല്ലാം പിന്മാറി. ചിലവരെല്ലാം ഞാണ് ഏകദേശം വലിച്ചു കെട്ടാനാകുമ്പോഴേക്ക് വിട്ടുപോയിട്ട് എല്ലാം മൂക്കും കുത്തി താഴ്ത്ത് വിടും. അവര് തളർന്നു വീണു. പിന്നെ വന്നത് ഭീമനാണ്. ഭീമൻ, ദുര്യോധനൻ, കർണൻ എന്നിവർ വില്ലിൽ ഞാണ് കെട്ടിയെങ്കിലും അവർക്കെല്ലാം വില്ലിൽ ഞാണ് കെട്ടാൻ പറ്റി. ആ ലക്ഷ്യത്തെ കണ്ടെത്താൻ പറ്റിയില്ല. ഈ മത്സ്യം എവിടെയാണ് ഇരിക്കുന്നത്, വ്യക്തമായ മത്സ്യം എവിടെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ല. വെള്ളത്തിൽ നോക്കുമ്പം ഞാൻ നേരത്തെ പറഞ്ഞു, കാഴ്ചയിൽ കാണുന്ന സ്ഥലത്തായിരിക്കില്ല മത്സ്യം ഉണ്ടാകുന്നത്. അത് വേറെ എവിടെയോ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയായിരിക്കും. അത് എവിടെയാണെന്ന് ഇവർക്കൊന്നും മനസ്സിലായില്ല. പിന്നെ നമ്മളെ വില്ലാളി വീരനാണ് അർജുനനാണ്. 26. അർജുനൻ വെള്ളത്തിൽ മത്സ്യത്തിന്റെ പ്രതിബിംബം കണ്ട് അതിൻ്റെ ഇരിപ്പിടത്തെ കണ്ടെത്തി. അർജുനന് മനസ്സിലായിരുന്ന സ്ഥലത്താണ് ഉള്ളത്. എന്നിട്ട് ശരത്തെ പ്രയോഗിച്ചു. കാണുന്ന സ്ഥലത്തല്ല, വേറൊരു സ്ഥലത്താണ്. അതെവിടെയാണെന്ന് അദ്ദേഹം കാൽക്കുലേറ്റ് ചെയ്തു. ആര്? അർജുനൻ. കാരണം വില്ലാളി വീരനാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് അത് മനസ്സിലായിട്ട് അദ്ദേഹം അസ്ത്രം തൊടുത്തു. ശരിയായ മത്സ്യം ഉള്ളിടത്തേക്ക് തന്നെ തൊടുത്തു. പക്ഷേ അതിനെ മുറിക്കാൻ പറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ വെള്ളത്തിൽ എത്ര ശക്തിയിൽ സാധാരണ ശക്തിയിൽ വെള്ളത്തിൽ അടിച്ചു കഴിഞ്ഞാൽ കൊള്ളൂല്ല. ഇപ്പം നമ്മൾ പുറത്ത് കിടക്കുകയാണ്, നമ്മൾ വെള്ളത്തിൻ്റെ മുകളിൽ ഇങ്ങനെ കിടക്കുകയാണെന്ന് വെച്ചോളൂ. ഒരു വടിയെടുത്തിട്ട് നമ്മളെ മേലെ ഒരു അടി എടുത്തു കഴിഞ്ഞാൽ നല്ല വേദന ഉണ്ടാവും. നമ്മൾ വെള്ളത്തിൻ്റെ അടിയിലാണ് കിടക്കുന്നുണ്ടെങ്കിലോ വടിയെടുത്തിട്ട് അടിച്ചാലോ നമുക്ക് യേശുവില്ല, കുറച്ച് പാടാണ്. അതുപോലെ അർജുനന് എത്ര ശക്തി പ്രയോഗിക്കണമെന്ന്, ഈ മത്സ്യത്തെ മുറിക്കണമല്ലോ, അതിനും പിടികിട്ടിയില്ല. സ്ഥലം കണ്ടെത്തി, പക്ഷേ എഴുതപ്പം ശക്തി കുറഞ്ഞു പോയി. മത്സ്യത്തിന് മുറിക്കാൻ പറ്റിയില്ല. അഭിമാനി കേവലം തൊട്ടതേയുള്ളൂ. അതിനെ അമ്പ് തൊട്ടപ്പോൾ തന്നെ അതിൻ്റെ ശക്തിയെല്ലാം അങ്ങ് തീർന്നു പോയി. ഇതെല്ലാം സയൻസ് വെച്ചിട്ടുള്ളതാണ് വെച്ച് കാച്ചിയിരിക്കുന്നത്. ഇനി 25, 26. അഭിമാനികളായ ക്ഷത്രിയർ മാനം കെട്ടവരായിട്ട് പിൻവാങ്ങിയപ്പോൾ സൂര്യഭഗവാൻ അഭിജിത്ത് മുഹൂർത്തത്തിൽ എത്തിയപ്പോൾ, അപ്പോൾ ഇതെല്ലാം ഏത് സമയത്താണ്? ആ ഗ്രഹണം നടക്കുന്ന സമയത്താണ്. എല്ലാം ദുർമുഹൂർത്ത, അതിനടുപ്പിച്ച ദിവസങ്ങളാണ്. മുഹൂർത്തത്തിന് പറ്റിയ സമയമൊന്നുമല്ല. അതുകൊണ്ട് എല്ലാവരും പരാജയപ്പെട്ടു. പക്ഷേ കൃഷ്ണൻ എപ്പോഴാണ് പ്രയോഗിച്ചതെന്ന് പറഞ്ഞാൽ അഭിജിത്ത് മുഹൂർത്തത്തിലാണ്.
ഉച്ചക്ക 12 മണി അടുപ്പിച്ചുള്ള സ്ഥലത്താണ്. സൂര്യൻ നേരെ മുകളിൽ നിർത്തിയിരിക്കുകയാണ്. അപ്പൊ എന്താണ് അഭിജിത്ത് മുഹൂർത്തം എന്ന് ജ്യോതിഷത്തിൽ പറഞ്ഞിട്ടുണ്ട്. എത്ര മോശം ഗ്രഹങ്ങൾ നിൽക്കുകയാണെങ്കിലും അഭിജിത്ത് മുഹൂർത്തത്തിൽ ബാക്കിയുള്ള ഗ്രഹങ്ങൾക്കൊന്നും ആ പ്രഭാവമില്ല. അപ്പൊ ആ നട്ടുച്ച നേരത്ത് സൂര്യൻ തലക്ക് മേലെ നിൽക്കുന്ന സമയത്ത് സൂര്യന്റെ ബലം വളരെ ശക്തിയാണ്. അതുകൊണ്ട് മറ്റുള്ള ഗ്രഹങ്ങളെ എങ്ങനെ മോശം നിന്ന് കഴിഞ്ഞാലും അത് ദോഷം ചെയ്യില്ല. അതുകൊണ്ട് ഏത് കല്യാണവും ഏത് കർമ്മവും അഭിജിത്ത് മുഹൂർത്തത്തിൽ ചെയ്യാമെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് കൃഷ്ണൻ ആ മുഹൂർത്തത്തിലാണ്. ബാക്കിയുള്ള സമയത്തെല്ലാം ഗ്രഹങ്ങളെല്ലാം മോശമായി നിൽക്കുകയാണ്. സൂര്യഗ്രഹണം നടന്നിരിക്കുന്ന സമയമാണ്. അപ്പൊ കൃഷ്ണൻ അഭിജിത്ത് മുഹൂർത്തം നോക്കിയിട്ട് ആ സമയത്താണ് അമ്പ ചെയ്തത്. അവിടെ ഒരു ചെറിയ ശാസ്ത്രതത്വം പറയുകയാണ്. അപ്പം ഭയങ്കര നിസ്സാരമായിട്ട് വില്ലെടുത്ത് വലിച്ചു കെട്ടി ഒരിക്കൽ മാത്രം മത്സ്യത്തെ നോക്കിയിട്ട് ശരമയച്ചിട്ട് ഒറ്റ ആഴ്ചയിൽ തന്നെ മത്സ്യത്തെ മുറിച്ചു. 27 അപ്പോൾ 27, 28 ജയാരവങ്ങളെല്ലാം മുഴങ്ങി, പെരുമ്പറകളും മുഴങ്ങി, അന്നേരം ദേവന്മാരെപ്പോൾ അവിടെ ഇരുന്നിട്ട് പുഷ്പവൃഷ്ടി നടത്തിക്കൊണ്ടിരുന്നു. അപ്പോഴും മഞ്ഞപ്പൊട്ടെടുത്ത് മന്ദഹാസത്തോടുകൂടി ഇവള് ആരകാര്യാണ് പറയുന്നത്? രുക്മിണിയല്ലേ? അല്ല, ലക്ഷ്മണ മുല്ലപ്പൂവെല്ലാം ചൂടിയിട്ട് ഒരു കടക്കണ്ണുകളോടുകൂടി ആരെ നോക്കി? അവിടെ ഇരിക്കുന്ന രാജാക്കന്മാരെല്ലാം ഒന്ന് നോക്കി. എല്ലാ ആഭരണഭൂഷിത എല്ലാം അടിഞ്ഞുകൊണ്ട് അവരുടെ വരണവാലിയും എടുത്തുകൊണ്ട് വരുന്ന മോട്ടിൽ ഒരു കള്ള കണ്ണിട്ടിട്ട് ആരെയെല്ലാം നോക്കി? അവിടെ നിരന്നിരിക്കുന്ന രാജാക്കന്മാരെയെല്ലാം നോക്കി. ഇവളെ ആഗ്രഹിച്ചിട്ട് വന്നവരാണല്ലോ. അതും നോക്കിക്കൊണ്ട് കാലിലെ ചിലങ്കളെല്ലാം ശബ്ദിച്ചുകൊണ്ട് അവള് സഭാതലത്തിലേക്ക് പ്രവേശിച്ചു. ഭഗവാനിൽ ആസക്ത ചിത്തയായ എനിക്ക് ഭഗവാനിൽ ആസക്ത ചിത്തയായിരുന്നു. ധാരാളം കുറുനിരകളുള്ള മുഖത്തെ ഉയർത്തിയിട്ട് എന്ത് ചെയ്തു? കള്ളക്കണ്ണുകളാൽ ചുറ്റുമുള്ള രാജാക്കന്മാരെ നോക്കി എന്നാണ് 29 പറയുന്നത്. കള്ളക്കണ്ണുകളാൽ, കുറുനിലയും നല്ല ഭംഗിയുള്ള മുഖത്തോടുകൂടി കള്ളക്കണ്ണുകളാൽ ആരെ നോക്കി? ചുറ്റുമുള്ള രാജാക്കന്മാരെ നോക്കിക്കൊണ്ട് ഭഗവാന്റെ തോളില് വരണമാല്യം ചാർത്തി. അവന്മാരെ ചൂടുപിടിപ്പിച്ചുകൊണ്ടാണ് ഇത് ചെയ്തത്. അപ്പോൾ മൃദംഗം, വീണ, ശംഖ് ഇങ്ങനെ കുറേ ഇൻസ്ട്രുമെൻസിൻ്റെ എല്ലാം പേര് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം മുഴങ്ങാൻ തുടങ്ങി. നർത്തകിമാർ നൃത്തം ചെയ്യാൻ തുടങ്ങി. ഗായകന്മാർ പാട്ട് പാടാനെല്ലാം തുടങ്ങി. അല്ലയോ പാഞ്ചാലി, ശ്രീ ഭഗവാൻ എന്നാൽ വരിക്കപ്പെട്ടപ്പോൾ മറ്റുള്ള കാമത്താൽ പീഡിതരായ ഇവിടെ നോട്ടം എല്ലാം കൂടി ആയപ്പോൾ അമ്മ ഒരു വഴിക്കായി. കാമപീഡിതരായ രാജാക്കന്മാർക്കത് പൊറുക്കാൻ കഴിഞ്ഞില്ല. ശ്രേഷ്ഠമായ 4 കുതിരകളെ കൂട്ടിക്കെട്ടിയ തേരിൽ കൃഷ്ണൻ എന്ത് ചെയ്തു? ഇവളെ വലിച്ചു കയറ്റി. ഉടൻ തന്നെ 4 തൃക്കരങ്ങളോടും കൂടി ചാർമ്പത്തെ ഉയർത്തിപ്പിടിച്ച് യുദ്ധത്തിൽ നിന്ന് നിലകൊണ്ടു. യുദ്ധത്തിനായിട്ട് ആ വില്ലും എടുത്തുകൊണ്ട് യുദ്ധത്തിന് തയ്യാറായി. കാരണം എല്ലാവരും എതിർക്കും എന്നുള്ള കാര്യം അദ്ദേഹത്തിന് മനസ്സിലായി. പൊന്നുകൊണ്ട് അലങ്കരിച്ച 33 പൊന്നുകൊണ്ട് അലങ്കരിച്ച രഥത്തെ ദാരുകൻ സാരഥിയായിട്ട് തെളിച്ചു. ദാരുകനാണ് സാരഥി. മൃഗങ്ങളെല്ലാം ഇടിച്ചു നിൽക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഇവരെയെല്ലാം കമ്പയർ ചെയ്തിരിക്കുന്നത് മൃഗങ്ങളായിട്ടാണ്. മൃഗങ്ങളെല്ലാം ഇടിച്ചു നിൽക്കെ
സിംഹം തൻ്റെ ഇരയെ കൂസലില്ലാതെ കൊണ്ടുപോകുന്നത് പോലെ, സിംഹം അതിൻ്റെ ഇരയെ പിടിച്ചിട്ട് ബാക്കിയുള്ളതെല്ലാം നോക്കി വെക്കുമ്പോൾ ഒരു കൂസലില്ലാതെ, കാരണം ആരെയും പേടിക്കണ്ടല്ലോ. അതുപോലെ രാജാക്കന്മാരെല്ലാം മിഴിച്ചു നിൽക്കെ ഭഗവാൻ എന്നെ കൊണ്ടുപോയി. ഇനി 34. പട്ടികൾ സിംഹത്തെ എതിരിടാൻ പോകുന്നത് പോലെ, അവിടെ മൃഗങ്ങളല്ലായിരുന്നല്ലോ ഉണ്ടായിരുന്നത്, അതുപോലെ പട്ടികൾ സിംഹത്തെ എതിരിടാൻ ശ്രമിക്കുന്നത് പോലെ ചില രാജാക്കന്മാർ അതിനൊന്ന് ശ്രമിച്ചിട്ട് ഭഗവാനെ പിന്തുടർന്നു. അപ്പം ചില രാജാക്കന്മാരെ, എല്ലാവരും ഒന്നുമില്ല, ചിലവർ ഭഗവാന്റെ പിന്നാലെ ഓടി. അവർ ഭഗവാന്റെ ശാങ്ക ധനുസിനാൽ ഉയർന്ന ശരത്താൽ കൈകളും കഴുത്തും എല്ലാം വേർപെട്ടവരായി മാറി. ഇത് കൃഷ്ണൻ വില്ലുകുലച്ച് അമ്പ അയച്ചപ്പോൾ പലവരുടെയും കയ്യും പോയി, കഴുത്തും എല്ലാം പോയി, തലയെല്ലാം പോയി. അതെല്ലാം ഭൂമിയിൽ വീണു. അപ്പോൾ ബാക്കിയുള്ളവരെല്ലാം പേടിച്ചിട്ട് എന്ത് ചെയ്ത്? ഓടിപ്പോയി. അനന്തരം മുപ്പത്തി 36 പറയുകയാണ്, അനന്തരം യദുവംശത്തിൻ്റെ നാഥനായ ശ്രീകൃഷ്ണൻ സൂര്യൻ അസ്തമനഗിരിയിലേക്ക് പോകുന്നത് പോലെ, സൂര്യൻ പോകുന്നത് പോലെ ദേവലോകത്തിലുള്ളവരെല്ലാം വാഴ്ത്തപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം എവിടെയിലേക്ക് പോയി? ദ്വാരകയിലേക്ക് പ്രവേശിച്ചു. ഇനി 37. അതേസമയം എൻ്റെ അച്ഛൻ എന്ത് ചെയ്തു എന്ന് പറയുകയാണ്. എൻ്റെ അച്ഛൻ അവിടെ പങ്കെടുക്കാൻ വന്നിരിക്കുന്ന എല്ലാ ബന്ധുക്കളെയും മറ്റുള്ളവരെയെല്ലാം വില കൂടിയ വസ്തുക്കളെല്ലാം കൊടുത്തുകൊണ്ട് അവരെ, സ്നേഹിതന്മാരെയും ബന്ധുക്കളെയെല്ലാം നല്ല വിധം സൽക്കരിച്ചു. കൃഷ്ണനാണല്ലോ അടിച്ചു കൊണ്ടുപോയത്. അവിടെയുള്ള ബന്ധുക്കളെയെല്ലാം, സ്നേഹിതന്മാരെയെല്ലാം അച്ഛൻ നല്ലവണ്ണം തന്നെ അവിടെ സൽക്കരിച്ചു. കൂടാതെ ഇദ്ദേഹത്തെ കൃഷ്ണനെ സന്തോഷിക്കാൻ വേണ്ടിയിട്ട് ആന, കുതിര, തേര്, പിന്നെ ഇങ്ങനെയുള്ള ദാസിമാര് എന്നിവരെയെല്ലാം ആയുധങ്ങളെല്ലാം, എല്ലാതരം ആയുധങ്ങളെല്ലാം ഭഗവാന് ഭക്തി നിമിത്തം കൊടുത്തു എന്നും കൂടിയും പറയുകയാണ്. ശ്രീധനും കൊടുത്തിട്ടാണ് വിട്ടിരിക്കുന്നത്, ചുമ്മാ ഒന്നും വിട്ടേയല്ല. ഇപ്പം എന്താ പറയുന്നതെന്ന് വെച്ചാൽ അവരെല്ലാം ദാസിമാരായിട്ട് സേവനം ചെയ്യുകയാണ്. ദാസിമാരെന്ന് പറഞ്ഞാൽ ആ ഈശ്വരനെ സേവിക്കുന്നത്. നമ്മളെല്ലാം തന്നെ ദാസന്മാരെ തന്നെയാണ് ആ കൃഷ്ണൻ്റെ നേരെ. ആ നിലയിൽ കണ്ടാൽ മതി എന്നാണ് പറയുന്നത്. അപ്പം മഹിഷിമാർ ചിലവർ പറയുകയാണ്. മഹിഷിമാരെന്ന് പറഞ്ഞാൽ കുറേ നരകാസുരം കൊണ്ടായിട്ട് തടവിലാക്കിയ 16,000 പേരെ ഭാര്യമാരായിട്ട് സ്വീകരിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അവരെല്ലാം കൂടിയിട്ട് പറയുകയാണ്, നരകാസുരൻ്റെ സൈന്യങ്ങളെ അടക്കം കൊന്നിട്ട് ദിഗ്വിജയം നേടി, കൃഷ്ണൻ ദിഗ്വിജയം നേടിയ ആ സമയത്ത് രാജാക്കന്മാരെയും അവിടെ ഉണ്ടായിരുന്ന ജയിലിലടച്ച സ്ത്രീകളെയെല്ലാം, പത്നിമാരും എല്ലാവരെയും മോചിപ്പിച്ചു. എന്നിട്ട് നമ്മളെല്ലാം അദ്ദേഹത്തെ തന്നെ ധ്യാനിച്ചിരിക്കുകയായിരുന്നു. എന്തിനു വേണ്ടിയിട്ട്? വന്നിട്ട് രക്ഷിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള ഞങ്ങളെയെല്ലാം വിവാഹം കഴിച്ചു. ഇത് 41-42 പറയാണ്, നമ്മൾ സാർവഭൗമ പദമോ ഇന്ദ്രപദമോ ഈ രണ്ടും ഒന്നിച്ചോ അഷ്ടസിദ്ധികളോ ബ്രഹ്മപദമോ കൈവല്യമോ ശ്രീഹരിയുടെ വൈകുണ്ഠത്തെയോ ആഗ്രഹിക്കുന്നില്ല. അപ്പം ഈ സ്ത്രീകൾക്കൊന്നും തന്നെ അങ്ങനെയുള്ള ഭൗതികപരമായ കാര്യത്തിലൊന്നും താല്പര്യമില്ല. ആ ഭഗവാന്റെ, ശ്രീദേവിയുടെ, പിന്നെ പറയാണ്, ആ ഭഗവാന്റെ ശ്രീദേവിയുടെ സ്ഥാനത്തിലെ കുങ്കുമത്തിൻ്റെ നർമ്മണം പതിക്കുന്ന തൃപ്പാണ രേണുക്കളെ ശിരസിൽ വയ്ക്കുവാൻ മാത്രം ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ അതിൽ നിന്നും കൃഷ്ണൻ ആരാണെന്ന് പറഞ്ഞു വെക്കുകയാണ്. കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ വിരാട രൂപം.
ആ വലിയ രൂപം, മനുഷ്യരൂപം, അതിൻ്റെ പാദത്തിലെ പൊടിയാണ് ഈ പ്രപഞ്ചവും പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും. അതിൻ്റെ മാറിലിരിക്കുന്നതാണ് ശ്രീദേവി. ആ ശ്രീദേവിയുടെ മാറിൽ നിന്നും, അദ്ദേഹത്തിൻ്റെ മാറിൽ, അവളുടെ മാറിൽ നിന്നും ഒഴിക്കുന്ന ആ കുങ്കുമം വന്ന് പതിക്കുന്നത് ഇവരുടെ ഈ പാദത്തിൽ. അത് സ്പർശിച്ചുകൊണ്ടാണ് ഞങ്ങളിരിക്കുന്നത്. നമുക്ക് വേറെ ആഗ്രഹങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീകൾ ആരാണെന്ന് വേദവ്യാസൻ പറഞ്ഞു വെക്കുകയാണ്. ശ്രീഹരിയും പുരുഷനും പ്രകൃതിയും. പ്രകൃതിയാണ് ഈ ശ്രീദേവി, ശ്രീഹരിയാണ് പുരുഷൻ. മറ്റേത് പ്രകൃതിയാണ് പുരുഷൻ്റെ ഭാര്യ, അല്ലെങ്കിൽ ശ്രീദേവി, അല്ലെങ്കിൽ പ്രകൃതി. പുരുഷൻ പ്രകൃതി, പ്രകൃതി പുരുഷൻ്റെ ഭാര്യ. ആ പ്രകൃതി ഭാര്യയാണ് ആരുടെ? ശ്രീഹരിയുടെ. ശ്രീഹരിയുടെ ഭാര്യയാണ് പ്രകൃതി. ഈ പ്രകൃതിയിൽ ആരെല്ലാം പെടും? നമ്മളെല്ലാം പെടും. പുരുഷനും സ്ത്രീകളും അടക്കം ആ പ്രകൃതിയുടെ ഒരു ചെറിയ അംശമാണ്, ശ്രീദേവിയുടെ ഒരു അംശമാണ്. ആ ശ്രീദേവി എന്ന് പറയുന്നത് പുരുഷന്റെ പത്നിയാണ്, പ്രകൃതിയാണ് ശ്രീദേവി. അതിൻ്റെ ഒരംശമാണ് നമ്മൾ, പ്രകൃതിയുടെ ഭാഗമായ നമ്മളും സ്ത്രീകളും എല്ലാം. അപ്പം നമ്മളും സ്ത്രീകളും എല്ലാം ആരാണ്? ആ കൃഷ്ണൻ്റെ, ആ ശ്രീഹരിയുടെ പത്നിമാരാണ്. രണ്ടേ ഉള്ളൂ, പുരുഷനും പ്രകൃതിയും. പുരുഷനാണ് ശ്രീഹരി, പ്രകൃതിയാണ് ശ്രീദേവി. ഇത് മാറിൽ നിൽക്കുന്നു. എന്നിട്ട് പ്രകൃതിയുടെ ഒരു ചെറിയ അംശം, പ്രകൃതി എന്ന് പറയുന്നതിൽ നമ്മളെല്ലാം പെടും. ആരെല്ലാം പെടും? ഈ നാട്ടിലുള്ള എല്ലാ വസ്തുക്കളും, പുരുഷനും സ്ത്രീകളും എല്ലാം പെടും. അതെല്ലാം ശ്രീദേവിയാണെന്ന് പറഞ്ഞാൽ ശ്രീഹരിയുടെ പത്നിമാരാണ്. അപ്പം നമ്മളെല്ലാം ശ്രീഹരിയുടെ പത്നിമാരാണ്. ആ പത്നിമാർ പറയുന്നു, നമുക്ക് ആ ശ്രീഹരിയുടെ വലിയ സ്ഥാനമൊന്നും, ശ്രീദേവി കിട്ടിയ സ്ഥാനമൊന്നും നമ്മൾ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് ആ ശിരസിൽ പതിക്കുന്ന ശ്രീദേവിയുടെ കുങ്കുമത്തിൻ്റെ ഒരു ചെറുതാണ് നമ്മൾ പ്രപഞ്ചമായി മാറിയിരിക്കുന്നത്. നമുക്ക് ആ കുങ്കുമത്തിൻ്റെ സൗരഭ്യം മാത്രം മതി. അതാണ് നമ്മൾ സ്ത്രീകൾ എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ അതേ അർത്ഥത്തിലെത്തിക്കുകയാണ്. ശ്രീഹരിയും, ഇത് കുറച്ചും കൂടിയും ശാസ്ത്രീയമായിട്ടാണ്. കാരണം പുരുഷനും പ്രകൃതിയും, പ്രകൃതി എന്ന് പറയുന്നതാണ് ശ്രീദേവി, അത് ഭാര്യയാണ്. അപ്പൊ പ്രകൃതി എന്ന് പറയുന്നതിൽ പെടുന്നതാണ് നമ്മളും. എല്ലാം കൂടിയതാണ് പ്രകൃതി ആവുകയുള്ളൂ. അപ്പോൾ നമ്മൾ അതിൻ്റെ എല്ലാം ഒരു അംശമാണ്, പ്രകൃതിയുടെ ഒരു അംശമാണ്. ആ അംശം എന്ന് പറയുന്ന ആ ശ്രീദേവിയുടെ മാറിൽ നിന്ന് വരുന്ന കുങ്കുമത്തിൻ്റെ ഒരു ചെറിയ സൗരഭ്യമാണ്, കാൽക്കലെത്തുന്ന. അപ്പം നമ്മളെല്ലാം പ്രകൃതിയുടെ ഒരു ചെറിയ അംശമാണ്. പ്രകൃതി കൃഷ്ണൻ്റെ ഭാര്യയാണെങ്കിൽ അതിൻ്റെ അംശമായ നമ്മളും സ്ത്രീകളും എല്ലാം അദ്ദേഹത്തിൻ്റെ ഭാര്യമാർ തന്നെയാണ്. പക്ഷേ പല രൂപത്തിലാണ്. ഓരോ വീട്ടിലുള്ള പുരുഷനും സ്ത്രീകളും ഭാര്യ, യഥാർത്ഥത്തിൽ പുരുഷനും സ്ത്രീകളും എല്ലാം ഭാര്യമായിട്ട് പ്രകൃതി എന്ന നിലയിൽ ചിന്തിക്കുമ്പോൾ ഭാര്യമാരാണ്, ശ്രീദേവി തന്നെയാണ്. അല്ല, രണ്ടുമായിട്ട് കാണുകയാണെങ്കിൽ പുരുഷന്, ഈ നാട്ടിലുള്ള എല്ലാ പുരുഷന്മാരെയെല്ലാം ശ്രീഹരിയായിട്ട് കാണാം, സ്ത്രീകളെയെല്ലാം ഭഗവതിയുടെ അംശം കൃഷ്ണൻ്റെ ഭാര്യമാരായിട്ടും കാണാം. പിന്നെന്താ പ്രശ്നം? എല്ലാ സ്ത്രീകളും കൃഷ്ണൻ്റെ ഭാര്യമാർ തന്നെയാണ്, പ്രകൃതിയാണ്. ഇനി 43. എന്നിട്ട് ഒന്നുകൂടി വ്യക്തമാക്കുകയാണ് 43-ല്. പശുക്കളെ മേയ്ക്കുന്ന ആ മഹാമനസ്കന്റെ പാദസ്പർശത്തെ ഗോപശ്രീകളും
ഗോപന്മാരും ശബരികളും പുൽക്കൊടികളും ഏത് വിധത്തിലാണോ ആശിച്ചുകൊണ്ട് കിടക്കുന്നത്, ആ കൃഷ്ണനെ ഗോക്കളെ മേയ്ക്കുന്ന, ഗോക്കൾ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം ഗോക്കൾ തന്നെ, അതിനെ മേയ്ക്കുന്ന, അതിനെ നിയന്ത്രിക്കുന്ന ആ ശക്തി വിശേഷത്തെ സ്ത്രീകളും ഗോപസ്ത്രീകളും ഗോപന്മാരും ശബരികളും പുൽക്കൊടികളും ഏത് വിധത്തിലാണോ ആശിച്ചു കൊണ്ടിരിക്കുന്നത്, അതേ വിധം നമ്മളും ആശിക്കുന്നു എന്നേ ഉള്ളൂ. അതായത് ആണുങ്ങളും പശുക്കളും പട്ടികളും പൂച്ചകളും എങ്ങനെയാണോ കൃഷ്ണനെ ആഗ്രഹിക്കുന്നത് അതുപോലെ നമ്മളും ആഗ്രഹിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവജാലങ്ങളും കൃഷ്ണന്റെ, പുരുഷന്റെ പ്രകൃതിയാണ്, ഭാര്യയാണ്, ശ്രീദേവിയാണ്. അപ്പം നമ്മളെല്ലാം പുരുഷൻ പ്രകൃതി എന്ന സങ്കല്പത്തിൽ നമ്മളെല്ലാം അദ്ദേഹത്തിൻ്റെ ഭാര്യമാരാണ്. പശുക്കളും പട്ടികളും ഗോപന്മാരും ഗോപികമാരും അവരെല്ലാം ആശിക്കുന്ന മാരിയെ നമ്മളും ആശിക്കുന്നുള്ളൂ. അല്ലാതെ വേറെ കാമം വെച്ചിട്ടൊന്നും ആശിക്കുന്നില്ല. കാമം ആരോട്? ഭർത്താവ് ആര് തന്നെയാണ്? ശ്രീഹരി തന്നെയാണ്. ഇപ്പം വേദവ്യാസം വളച്ചു കെട്ടി അവസാനം എല്ലാം കൊണ്ടുപോയിട്ട് ചുരുക്കിയിട്ടങ്ങ് ചിന്തിക്കാൻ കഴിവുള്ളവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്.